ഇസ്രയേലുമായുള്ള ഒരു സഹകരണം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ നേട്ടമാണ്. പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇസ്രയേലിലെത്തിയത്. അദ്ദേഹം മടങ്ങിയെത്തുകയും ചെയ്തു. വളരെ ഹ്രസ്വമായ സന്ദർശനമാണെങ്കിലും അത് ചരിത്രപരമായിരുന്നു എന്ന് പറയാതെ തരമില്ല. കാരണം ഇസ്രയേലിൻ്റെ പാർലമെൻറ്റിൽ അദ്ദേഹം സംസാരിക്കുകയും ഒന്നാകെ ആ പാർലമെൻറ്റിലെ അംഗങ്ങൾ കരഘോഷം മുഴക്കുകയും ചെയ്ത കാഴ്ച. മാത്രമല്ല, തീവ്രവാദത്തിനെതിരെ ഇസ്രയേൽ എടുക്കുന്ന നിലപാടിനൊപ്പമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. നെതന്യാഹുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിക്കൊണ്ടുള്ള പ്രസംഗത്തിൽ നെതന്യാഹു പറഞ്ഞത്, താങ്കളുടെ പ്രസംഗം കേട്ട ഓരോ ഇസ്രായേലി പൗരനും കണ്ണു നിറഞ്ഞിട്ടുണ്ട്, കാരണം കണ്ണീരണിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അവർ അനുഭവിച്ച വേദനയാണ് നരേന്ദ്രമോദി അഡ്രസ്സ് ചെയ്തത്. തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും ഇസ്രായേലും ഒരുപോലെ ആ ഭീഷണി നേരിടുന്നുണ്ട്. അതിനെ തുടച്ചു നിൽക്കുന്നതിന് ഇന്ത്യ ഒപ്പം നിൽക്കുമെന്ന വാക്കുകൾ ഇസ്രായേലി പൗരന്മാർക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം ചെറുതല്ല. അതുതന്നെയാണ് അവരെ ഒരു ആനന്ദക്കണ്ണീർ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നന്ദി പ്രകടനം എന്ന നിലയിൽ ഓരോ ഇസ്രായേലി പൗരൻ്റെയും കണ്ണു നനഞ്ഞു എന്ന നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ഇതൊരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, അമേരിക്കയുമായുള്ള നികുതി യുദ്ധമുണ്ട്. നികുതി യുദ്ധത്തിൽ അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധി വന്നെങ്കിൽ പോലും ഇസ്രായേലിന് വലിയ സ്വാധീനമുള്ള രാജ്യമാണ് അമേരിക്ക. അവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ, ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ ഇസ്രായേലിന് അകമഴിഞ്ഞ പിന്തുണയാണ് അമേരിക്ക നൽകുന്നത്. അങ്ങനെ വിശാലാർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ കൈകോർക്കുന്നത് അങ്ങനെ ഒരു ചേരിക്കൊപ്പമാണ്. മറുവശത്താകട്ടെ, ഈ ഇറാൻ വിഷയത്തിൽ ചൈനയും റഷ്യയും ഇറാനൊപ്പം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അമേരിക്കയാണ് ഇറാന് ഭീഷണി ഉയർത്തുന്നത്. ഏതായിരുന്നാലും കാലങ്ങളായി ചേരിചേരാ നയം എന്ന നിലയിൽ എടുത്തിരുന്ന ഒരു സമീപനത്തിൽ മാറ്റം വരുത്തി ഭീകരവാദത്തിൽ അതിനെ ചെറുക്കുന്ന നിലപാടിൽ ഊന്നി ഇന്ത്യ മറ്റൊരു നിലപാട്, സ്വതന്ത്രമായ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. അതിൽ ഒരിക്കലും പലസ്തീന് എതിരായ ഒരു നിലപാടല്ല, ഒരിക്കലും പലസ്തീനെയോ ഗസയിലെ ജനങ്ങളെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അല്ല നമ്മുടെ രാജ്യം ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നത് വളരെ വ്യക്തമാണ്. മറിച്ച് തീവ്രവാദ ശക്തികൾ, അത് ഏത് രാജ്യത്തിന് നേരെ ആയിരുന്നാലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശരിയല്ല. അത്തരത്തിൽ ജനങ്ങളുടെ സ്വൈരജീവിതം നശിപ്പിക്കുന്ന, താറുമാറാക്കുന്ന തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ പ്രവർത്തനത്തെ ചെറുക്കാൻ ഇസ്രായേലിനൊപ്പം കൈകോർക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ 27 കരാറുകളിലേക്ക് പോവുകയാണ്. അതിൽ തന്നെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇന്നൊവേഷൻ, സാംസ്കാരികം, വിനിമയം, നിർമ്മിത ബുദ്ധി തുടങ്ങി നിരവധി വിഷയങ്ങളിൽ കരാറായിട്ടുണ്ട്. കൃഷി ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ കാർഷിക രീതി നമുക്കറിയാം. അവർ വളരെ വിദഗ്ധമായ രീതിയിലാണ് അവരുടെ കൃഷി രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഉൾപ്പെടെയുള്ള രീതിയിൽ കരാറുകളിലേക്ക് പോകുന്നു. അത് ഇന്ത്യയിലെ കർഷകർക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പുതിയ നൂതനമായ കൃഷി രീതികൾ ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യം UPA അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ നട്ടെല്ലായി മാറിയിട്ടുള്ള ഡിജിറ്റൽ ഇടപാട് അത് ഇസ്രായേൽ കൂടി സ്വീകരിക്കുന്നു. ആ രാജ്യത്ത് കൂടി പ്രയോജനപ്പെടുത്താനുള്ള തരത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. അതും വലിയ നേട്ടമാണ് രാജ്യത്തിനുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ